എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഈ വേളയിൽ 11ാമത് അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിക്കുകയാണ്. അപ്പോൾ നമ്മൾ യോഗയെക്കുറിച്ച് പറയുമ്പോൾ ഭാരതം ലോകത്തിന് നൽകിയ ഒരു അമൂല്യ സംഭാവനയാണ് യോഗ. അപ്പോൾ നമ്മളുടെ രാജ്യം ലോകത്തിന് നൽകുന്ന ഒരു സന്ദേശം, ഒരു യോഗ സന്ദേശം അല്ലെങ്കിൽ ഒരു യോഗ തീം, ഈ വേളയിൽ നമുക്ക് നൽകുന്ന ഒരു യോഗ തീം, ആ തീമാണ് യോഗ ഫോർ വൺ എർത്ത് ആൻഡ് വൺ ഹെൽത്ത് എന്നത്. അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഗ്ലോബൽ സസ്റ്റൈനബിലിറ്റി, അതായത് ഗ്ലോബൽ വെൽബീയിങ്, ഒരു ഇൻഡിവിജ്വൽ വെൽബീയിങ്. അപ്പോൾ നമുക്ക് ഇന്നറിയാം, നമ്മളുടെ ഈ യൂണിവേഴ്സലില് അല്ലെങ്കിൽ ഈ ലോകത്തില് മനുഷ്യരാശി ഇല്ലെങ്കിൽ ഉള്ളൊരു അവസ്ഥ. അപ്പോ നമ്മൾ ഈ ഒരു ആവാസ വ്യവസ്ഥയില് മനുഷ്യരാശി ഇവിടെ വലിയൊരു അനിവാര്യമായിട്ടുള്ള ഒരു ഘടകമാണ്. നമുക്ക് ഇന്നത്തെ ആയുർദൈർഘ്യം നമുക്കറിയാം. ഇന്ന് നമ്മളുടെ ആയുർദൈർഘ്യം 45, 55, 60 ആ റേഞ്ചിലാണ് ഇന്നത്തെ നമ്മളുടെ ആയുർദൈർഘ്യം. ശരിക്കുള്ള ഒരു മനുഷ്യരാശിയുടെ ആയുർദൈർഘ്യം 100-120 വയസ്സാണ്. അപ്പോ അതുകൊണ്ട് നമ്മൾ ഇവിടെ ഒരു മനുഷ്യന്റെ ആരോഗ്യം അല്ലെങ്കിൽ മനുഷ്യന്റെ ആയുർദൈർഘ്യം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. നമ്മളുടെ ഈ ഗ്ലോബൽ അല്ലെങ്കിൽ ഈ യൂണിവേഴ്സൽ, ഈ ലോകം നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ മനുഷ്യരാശി ഇവിടെ നിലനിൽക്കണം. അപ്പോ ഈ വേളയില് രാജ്യം നമുക്ക് നൽകുന്ന ആ ഒരു സന്ദേശം ആണ് യോഗ ഫോർ വൺ എർത്ത് അല്ലെങ്കിൽ വൺ ഹെൽത്ത്. അല്ലെങ്കിൽ നമ്മുടെ രാജ്യം നമുക്ക് തന്നിട്ടുള്ള ഒരു അമൂല്യമായിട്ടുള്ള സംഭാവനയാണ് യോഗ എന്നത്. യോഗ നമുക്ക് നൽകുന്ന സന്ദേശം, നമ്മളുടെ ആയുരാരോഗ്യ സൗഖ്യത്തോടു കൂടെ നമ്മൾ ജീവിക്കുന്നതിന് വേണ്ടി യോഗ നമുക്ക് നൽകുന്ന സന്ദേശം നമ്മളോട് പറയുന്നത് നമ്മൾ പഞ്ചശീലങ്ങൾ ആചരിക്കുക എന്നുള്ളതാണ്. ആ പഞ്ചശീലങ്ങൾ എന്താണ്? യോഗയിലൂടെ പഞ്ചശീലങ്ങൾ ആചരിക്കുക. ആ പഞ്ചശീലങ്ങള് ഒന്നാമത്തെ ശരിയായിട്ടുള്ള ശ്വസനം, ശരിയായിട്ടുള്ള ഭക്ഷണം, ശരിയായിട്ടുള്ള വ്യായാമം, ശരിയായ വിശ്രമം, ശരിയായ ചിന്തകൾ. ഇങ്ങനെ 5 കാര്യങ്ങളാണ് യോഗ. നമ്മൾ നല്ല ആയുരാരോഗ്യ സൗഖ്യത്തോടു കൂടെ ജീവിക്കാൻ വേണ്ടി ഉള്ള ഒരു 5 പില്ലറുകളാണ്, 5 പില്ലേഴ്സ് ഓഫ് അവർ ഹെൽത്ത്. നമ്മളുടെ നല്ല ആരോഗ്യത്തോടു കൂടെ ജീവിക്കാനായിട്ടുള്ള 5 മാർഗങ്ങൾ. ശരിയായിട്ടുള്ള ശ്വസനം, ശരിയായിട്ടുള്ള